ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്നിപ്പോൾ പൊതുവേ ഒരു 45 വയസ്സ് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് മറവി. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറന്നു പോവുക. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ഇന്നലെ നടന്ന കാര്യം ചോദിച്ചാൽ പോലും മറന്നു പോകും. അതുപോലെ പേരുകൾ മറന്നു പോവുക. പിന്നീട് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്താ എടുക്കുക എന്നുള്ളത് കുറച്ച് നേരം ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് കറിവേപ്പില എന്തെങ്കിലും എടുക്കാനായിരിക്കും തുറക്കുന്നത്, പക്ഷേ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്തിനായിരിക്കും വന്ന്. പിന്നെ ഫ്രിഡ്ജ് അടച്ചു വെച്ചിട്ട് പോകും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെയും വന്ന് നോക്കും. പിന്നെ അപ്പോഴത്തെ ഓർമ്മ വരും, കറിവേപ്പിലേക്കാണ് എന്ന് പറയുന്ന കണക്ക്. ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പമെന്ന്. അങ്ങനെ എൻ്റെ ഒരു ഏജിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം മറന്നു പോകുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാം മറന്നു പോവുക. അതേപോലെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ചോദിച്ചാൽ അത് മറന്നു പോകും. പെട്ടെന്ന് പിന്നെ ഓർമ്മ വരും. അതൊന്നും പിന്നെ ആൽഷിമേഴ്സിൻ്റെ അതൊന്നുമല്ല, നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളിലോ അമിത സമ്മർദ്ദങ്ങളാണോ എന്തോന്നറിയത്തില്ല, ഒരു പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. പുരുഷന്മാർക്ക് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞേ ഇങ്ങനെ വരുള്ളെന്ന് തോന്നുന്നു. ഈ സ്ത്രീകൾക്കാണ് ഈ 45 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ കൂടുതലും ഈ മറന്നു പോകുന്ന ഒരു. അതേപോലെ ചിലർ കല്യാണം വന്ന് പറഞ്ഞിട്ട് പോയാലും നമ്മൾ മറന്നു പോകും. അടുത്തുള്ള ആരെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ ശരിയാണെന്നല്ല കല്യാണത്തിന് പോയി അതൊക്കെ. പക്ഷേ പണ്ടുള്ള അമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും നല്ല ഓർമ്മയായിരിക്കും. ഇവിടുത്തെ എൻ്റെ അമ്മായിയമ്മയൊക്കെ നല്ല ഓർമ്മയായിരുന്നു. ഞാൻ അന്നേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞിരുന്നത് അമ്മയാണ് കറക്റ്റ് ആ ദിവസം ആകുമ്പോൾ ഓർമ്മിപ്പിച്ച് തരുന്നത്. അത്രയ്ക്ക് നല്ല ഓർമ്മശക്തിയായിരുന്നു അമ്മയ്ക്ക് മരിക്കുന്നിടം വരെ. അതുപോലെ എൻ്റെ അമ്മൂമ്മയ്ക്കും എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയായിരുന്നു. ഇപ്പം നമ്മുടെ എന്തോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്തോന്ന് അറിയത്തില്ല, ഇങ്ങനൊരു മറവിയുടെ ഒരു പ്രശ്നം എല്ലാവർക്കും പൊതുവേ കാണുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ കാൽമുട്ട് വേദന, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ക്ഷീണം, തളർച്ച, ഉറക്കം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ. പിന്നെ ഡെയിലി ജോലിക്ക് പോകുന്നവർ അറിയുന്നില്ല, അവരുടെ ജോലിയിൽ പോകേണ്ട അതിൽ അവരങ്ങ് പോകുന്നുണ്ട്. അല്ലാതെ ഈ വീട്ടമ്മമാർക്കൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ കാൽമുട്ട് വേദന. പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഒരു 50-55 വയസ്സാകുമ്പോൾ എല്ലാവരുടെയും മുട്ടിന് തേയ്മാനമാണ് എന്നാണ് പറയുന്നത്. അതിപ്പം ജോലി ചെയ്യുന്നവർക്കും ഉണ്ട്, ജോലി ചെയ്യാതിരിക്കുന്നവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് മുട്ടിന് തേയ്മാനം. അതേപോലെ ഈ അമിതമായിട്ട് വണ്ണം വെക്കുക. വീട്ടിൽ വെറുതെ ഇരുന്നിപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ചാലും ആവശ്യമില്ലാതെ വണ്ണം വെക്കുന്നുണ്ട്. അത് പിന്നെ ഈ 45 വയസ്സൊക്കെ കഴിയുമ്പോൾ മെൻസസ്സൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് എന്താണെന്നറിയത്തില്ല, അന്നേരം നമുക്കുള്ള ഈ ഹോർമോൺ ഇംബാലൻസൊക്കെ വരുമല്ലോ, അതുകൊണ്ടായിരിക്കാം വണ്ണം ഇങ്ങനെ അമിതമായിട്ട് ചിലർ വെക്കുന്നുണ്ട്. അതുപോലെ വയറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കൊഴുപ്പടിഞ്ഞുള്ള വണ്ണം ഒക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യോഗ, അതേപോലെ നമ്മൾ എക്സർസൈസ് ചെയ്യുക. ഇപ്പോൾ ഡയറ്റൊക്കെ എത്ര കൺട്രോൾ ചെയ്താലും കുറച്ച് എക്സർസൈസൊക്കെ ചെയ്താൽ, കുറച്ച് നടക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും. പിന്നീട് എല്ലാവർക്കും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതെല്ലാവർക്കും ഉണ്ട്. മിക്കവാറും ആൾക്കാർക്ക് അതുണ്ട്. അപൂർവം ആൾക്കാർക്കേ ഉള്ളൂ ഇതൊക്കെ ഇല്ലാത്തത്. അതുപോലെ ഷുഗർ ഇല്ലാതിരുന്ന ഒരു പകുതി നല്ലതായി, ഒരുവിധമുള്ള ആഹാരമൊക്കെ കഴിക്കാനും പറ്റും. പിന്നീട് ഈ 45 വയസ്സായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവർക്ക് ഈ മെൻസസ്സൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ആകപ്പാടെ ക്ഷീണം, പിന്നെ ശരീരം മൊത്തം ചുട്ടുപൊള്ളുന്ന കണക്ക് തോന്നുക, അമിത ദേഷ്യം വരിക, അങ്ങനെയൊക്കെ എല്ലാ ദേഷ്യവും ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ കാണിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയൊന്നും മൂഡ് സ്വിങ്സ് ഒന്നും വരാറില്ല. ചിലർക്ക് മൂഡ് സ്വിങ്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ചില ശരീരപ്രകൃതിയുടെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വീട്ടിലുള്ളവർ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊരു മാർഗം. പിന്നീട് ഈ തളർച്ച, ക്ഷീണം, അതിനൊക്കെ നല്ല വിറ്റാമിൻ ആഹാരം കഴിക്കുക. നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ഒരു വ്യതിയാനം വരുന്നത് കൊണ്ടാണല്ലോ. നമുക്കുള്ള സ്ത്രീകളുടെ ഏറ്റവും നല്ല ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോൺ. അന്നേരം ഈ 40-45 വയസ്സൊക്കെ ആകുമ്പോൾ മെൻസസിൻ്റെ അത് നിൽക്കുമ്പോഴത്തേക്കിന് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു അഭാവം ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് കൂടുതലും ഈ ദേഷ്യവും സങ്കടം, ചിലർ ചുമ്മാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയും എന്നൊക്കെ പറയും. അതുകൊണ്ട് അതൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കും. അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല നല്ല ഫുഡ് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒമേഗ 3 മീൻ, അതൊക്കെ ചെറിയ ചെറിയ മീനുണ്ടല്ലോ, ചാള, മത്തി, അതിലത്തൊക്കെ ഒരുപാട് ഒമേഗ 3 ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള മീനൊക്കെ കഴിക്കാൻ ശ്രമിക്കുക, ചെറിയ ചെറിയ മീനുകളെ. അതുപോലെ മുട്ട, ഏത്തപ്പഴം ഡെയിലി കഴിക്കണമെന്ന് പറയുന്നത് നമുക്ക് ഈ പൊട്ടാസ്യത്തിൻ്റെ അളവൊക്കെ കുറയുമ്പോഴാണ് കൂടുതലും ഈ ഓർമ്മ ശക്തിക്ക് കുറവ് വരുന്നതെന്നാണ് പറയുന്നത്.
അന്നേരം ഏത്തപ്പഴമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ നമ്മുടെ ഡയറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യുക. എപ്പോഴും ഒരുപാട് ചോറും തിന്ന് ചക്കയും തിന്ന് അങ്ങനെയൊക്കെ അങ്ങ് ശരീരം ഭൂഷണിപ്പിക്കാതെ ഇതേപോലെ കുറച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 45 വയസ്സിന് ശേഷം കുറച്ചുകൂടെ ശരീരം ഒന്ന് ആഹാര കാര്യത്തിലൊക്കെ നമ്മളൊരു മിതമായ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഭക്ഷണത്തിൽ നല്ല നല്ല ഫുഡൊക്കെ ഉൾപ്പെടുത്തണം. പിന്നെ വിറ്റാമിൻ്റെ കുറവ് എന്തെങ്കിലും ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണം കഴിക്കാൻ. പിന്നെ ചിലരുണ്ട് പെരയ്ക്കകത്ത് നിന്ന് ഇറങ്ങത്തേ ഇല്ല, സൂര്യപ്രകാശം അവരുടെ ശരീരത്തിൽ കൊള്ളത്തേ ഇല്ല, അകത്ത് കിടന്ന് ഇങ്ങനെ നടക്കുക, അടുക്കള മുൻവശം സിറ്റൗട്ട് ഇങ്ങനെ കഴിയുന്നവരുണ്ട്. പുറത്തോട്ട് ഒരു കാര്യത്തിനും ഇറങ്ങത്തില്ല. അഥവാ ഇറങ്ങുന്നെങ്കിൽ കാറിൽ കയറി പോവുക, കാറിൽ തിരിച്ചു വരിക, അത് കാറിനകത്ത് AC-യിലിരിക്കുക, തിരിച്ചു വരിക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഈ സൂര്യപ്രകാശം തട്ടാത്തതുകൊണ്ട് ഈ വൈറ്റമിൻ ഡിയുടെ നല്ല കുറവുണ്ട്. ഒരു കാലൊക്കെ മടങ്ങി ഉടനെ എല്ലാം ഒടിയും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലിനൊക്കെ ഒരു നല്ല സ്ട്രെങ്ത്ത് കിട്ടണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം വൈറ്റമിൻ ഡി വേണം. അതിന് നമ്മളെന്താ ചെയ്യണം? കുറച്ച് വെയിൽ എന്തുമായാലും ഒരു അരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊള്ളാൻ ശ്രമിക്കണമെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മളെ സൂര്യപ്രകാശം ഒരു 10-11 രാവിലത്തെ സൂര്യപ്രകാശമൊക്കെ കൊള്ളാൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് സൂര്യപ്രകാശമൊക്കെ കൊള്ളാനൊക്കെ അനുവദിക്കണം. പിന്നീട് കുറച്ച് നേരം നടക്കുക, പിന്നെ നല്ല ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നീട് ഈ മൂഡ് സ്വിങ്സൊക്കെ മാറാൻ നമ്മൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള, ഇപ്പം ചിലർ വിചാരിക്കും 45 വയസ്സായി 55 വയസ്സായി ഇനി റിട്ടയറായി, ഇനിയിപ്പം നമ്മളെ ആർക്കും വേണ്ട, നമ്മളെ വീട്ടിലങ്ങ് ഒതുങ്ങിക്കൂടാ എന്നൊന്നും കരുതരുത്. അന്നേരം ഒരുപാട് ആൾക്കാർ ഈ 45 വയസ്സിന് 50 വയസ്സിന് ശേഷമാണ് അവരവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വിചാരിക്കണം. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. 45-50 വയസ്സിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പം ചിത്രരചന ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരതൊക്കെ പടമൊക്കെ വരയ്ക്കാൻ ശ്രമിക്കും. പുസ്തകങ്ങളൊക്കെ വായിക്കാതെ ഇരുന്നിട്ടുള്ളവർക്ക് അത് കഴിഞ്ഞ് സമയം കിട്ടും, അന്നേരം ഇരുന്ന് പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കും. അതേപോലെ സോഷ്യൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യും. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഈ 45 വയസ്സിനും 50 വയസ്സിനും ഒക്കെ ശേഷം ഉള്ള കാലഘട്ടം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇനിയിപ്പം വയസ്സായി ഇനിയിപ്പം അങ്ങ് ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരിക്കാം എന്ന് കരുതരുത്. പിന്നെ ഈ കാൽമുട്ട് വേദന അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇതുപോലെ നടക്കുക, ശ്രമിക്കുക. അതുപോലെ അമിതമായ വണ്ണം വെക്കാതിരിക്കാൻ, ശരീരം അമിതമായ വണ്ണം വെച്ച് അങ്ങനെയൊക്കെ അതിൽ നിന്ന് വണ്ണം വെക്കാതിരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ മനസ്സും ശരീരവും എപ്പോഴും സന്തോഷമായിട്ട് വെക്കാൻ ശ്രമിക്കുക. അല്പസമയം നമുക്ക് വേണ്ടിയും ജീവിക്കും. ഇപ്പം ഒരുപാട് കുട്ടികളും വിദേശത്തൊക്കെ ആകുമ്പം മിക്കവാറും അച്ഛനും അമ്മയും തനിയേ കാണത്തുള്ളൂ. അപ്പോഴത്തേനും അവർക്ക് രണ്ടുപേരും അവരവരുടെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഒതുങ്ങിക്കൂടൽ പോലെ തോന്നും. അത് നമ്മുടെ മനസ്സിനെ തളർത്താനായിട്ട് അനുവദിക്കരുത്. നമ്മളന്നേരം എന്താ ചെയ്യണം? നമുക്ക് എന്തൊക്കെ ഇഷ്ടം ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തി അതിനു വേണ്ടി ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഇടയ്ക്ക് അപ്പോൾ ഒരു 10-60 വയസ്സുണ്ട്. ആ ചേച്ചിക്ക് തയ്ക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ആ സമയത്ത് തയ്യൽ പഠിക്കാൻ പറ്റിയില്ല. അവരുടെ ജീവിത പ്രാരാബ്ദവും പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ വളർത്തുന്നതും പിന്നെ ജോലിക്ക് പോകുന്നതും ഒക്കെ കൊണ്ട് അവർക്ക് തയ്യൽ പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവർ തയ്യൽ പഠിക്കുന്നു, ചെറിയ ചെറിയ കൊച്ചു ഉടുപ്പുകളൊക്കെ തയ്ക്കുന്നു. അതുപോലെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കൊച്ചു ഉടുപ്പുകളെ പെറ്റിക്കോട്ടുകളൊക്കെ തയ്ക്കുന്നു. അപ്പോൾ ആ ചേച്ചി അതിലൊരു സന്തോഷം കണ്ടെത്തി എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിനിയിപ്പോൾ കണ്ണൊന്നും കാണാൻ വയ്യ, ഇനിയിപ്പോൾ എനിക്ക് തയ്യലൊന്നും പഠിക്കണ്ട എന്ന് വിചാരിക്കരുത്. പിന്നെ ഇപ്പോഴത്തെ മെഷീനൊക്കെ അറിയാമല്ലോ, നല്ല ഓട്ടോമാറ്റിക് മെഷീനൊക്കെ ഉണ്ട്. ഒരുപാട് കിടന്ന് ചവിട്ടുമൊന്നും വേണ്ട, അതേപോലത്തെ മെഷീൻ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവരവരുടെ ചുരിദാറോ ടോപ്പോ അല്ലെങ്കിൽ പിന്നെ ഈ നൈറ്റിയുടെ സൈഡ് അടിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ സ്വന്തമായിട്ട്. അങ്ങനെ അവർ അത് കണ്ടെത്തുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ്. അതേപോലെ നമുക്കിപ്പം പാടാൻ കഴിവുള്ള ഒരു ആളായിരുന്നു. അന്നത്തെ ജീവിത സാഹചര്യത്തിൽ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് പാടാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ അന്നത്തെ ജോലിയുടെ തിരക്ക് കൊണ്ട് പാടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളവർ ഇപ്പോൾ പാടുക. അതുപോലെ ഡാൻസ് പിന്നെ ഒരുപാട് ആൾക്കാർ 50 വയസ്സിന് ശേഷവും ഒക്കെ ഒരുപാട് പേരിപ്പം ഡാൻസ് പഠിക്കുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ആയതിന് ശേഷവും ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികളെക്കാളും കൂടുതൽ ഡാൻസ് പഠിക്കുന്നത് വീട്ടമ്മമാരും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരുമൊക്കെയാണ്. ഇപ്പോൾ താര കല്യാണിൻ്റെ ഡാൻസ് സ്കൂളിലൊക്കെ ഇടയ്ക്ക് മൊബൈലിൽ കാണാമല്ലോ. ഒരുപാട് ഇച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഡാൻസൊക്കെ പഠിക്കുന്നത്. അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുന്ന, അതുപോലെ ഡ്രൈവിങ് പഠിക്കാനൊന്നും താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. ഡിഗ്രിയൊക്കെ ചിലരൊക്കെ ഈ റിട്ടയർമെൻറ്റിന് അടുക്കാറാകുമ്പോൾ പുതിയ ഡിഗ്രികളൊക്കെ എഴുതി എടുക്കുന്നവരുണ്ട്.
അങ്ങനെയൊക്കെ നമ്മൾ സമയം കളയുക എന്നുള്ളതാണ്. പിന്നെ ഈ മറവിയുടെ അത് എനിക്കുള്ള മറവിയുടെ വെച്ചിട്ട് ഒരു ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ഒട്ടും ഇപ്പം നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 വരി മറന്നുപോയെന്ന് വെച്ചോ, അപ്പോഴും നമ്മൾ ആ 2 വരി പെട്ടെന്ന് പുസ്തകം എടുത്ത് നോക്കി വായിക്കരുത്. ആ 2 വരി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കിട്ടി ആ നാമം അതിൻ്റെ ഏത് പാട്ടിൻ്റെ ആ വരി പോയെന്ന് വെച്ചാൽ അതിങ്ങനെ സ്വയം ആലോചിച്ച് കണ്ടെത്തി വേണം പാടാൻ. തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ പുസ്തകം എടുത്ത് നോക്കാവൂ. അങ്ങനെയൊക്കെ നമ്മൾ ബ്രെയിനിന് കുറച്ച് ഇത് കൊടുക്കണം. ബ്രെയിനിന് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഇപ്പം, എല്ലാം കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ആണല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ആരുടെ വീട്ടിലായാലും മൊബൈൽ നമ്പർ നമുക്ക് ഓർമ്മ കാണും. അത് ഈ പറഞ്ഞ 3-4 അക്കമേ ഉള്ളൂ താനും. അന്നേരം നമുക്ക് ഇപ്പോൾ ആരുടെയെങ്കിലും മൊബൈൽ നമ്മുടെ നഷ്ടപ്പെട്ടെന്ന് വെച്ചോ, നമുക്ക് ആരുടെ മൊബൈൽ നമ്പർ ഓർമ്മയുണ്ട്? മക്കളുടെ പോലും നമ്പർ ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ നമ്പർ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലാതെ ആർക്കുള്ള നമ്പർ അറിയത്തില്ല. എല്ലാവരുടെ മൊബൈലിൽ എല്ലാവരുടെ നമ്പരും ഇട്ടേക്കുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മുടെ ഓർമ്മശക്തിക്ക് ആ ബ്രെയിനിന് നമ്മൾ ഒരു ഇത് കൊടുക്കുന്നില്ല, അതിനൊരു ജോലി കൊടുക്കുന്നില്ല. എപ്പോഴും എന്താ വേണമെങ്കിലും നമ്മൾ മൊബൈലിലോട്ട് അടിച്ചങ്ങിടും. അത് പിന്നെ ഓർത്തെടുക്കണമെന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഡയറിയിൽ എഴുതി ഇടുക, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ അത് കണക്കൂട്ടി ആ ഡേറ്റ് ഓർത്ത് വെക്കുക എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇപ്പം നമ്മുടെ ബർത്ത്ഡേ ആയാലും എല്ലാം മരിച്ച ദിവസമായാലും എല്ലാം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ചേച്ചിയോ ഫേസ്ബുക്കുകാരോ ഒക്കെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റേതായൊരു കുഴപ്പമൊക്കെ ആയിരിക്കും നമുക്കുള്ള ആ ഓർമ്മശക്തിക്ക് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോഴും ഞാനിപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയെന്ന് തോന്നരുത്. ഞാൻ ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സംസാരിക്കുന്ന കുറേ ആൾക്കാർ ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് ഒട്ടും ഓർമ്മയില്ല, എല്ലാം മറന്നു പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇതേപോലെ എല്ലാം മറന്നു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പം ഒരുപാട് ഒതുങ്ങിക്കൂടി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി മനസ്സിനെ തളർത്താൻ ശ്രമിക്കരുത്. നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അതിനെക്കുറിച്ച് ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ്. നമ്മുടെ സമയമൊന്നും പോയിട്ടില്ല, ഇനിയാണ് സമയം എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക. അപ്പോൾ ഒതുങ്ങിക്കൂടാതെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ. പുരുഷന്മാരാകുമ്പോൾ അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെ ബ്രെയിനിന് അങ്ങനെ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി മക്കൾ കൊച്ചുമക്കൾ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞല്ലേ വീട്ടിൽ അമ്മമാരിരിക്കുന്നത്. അപ്പോഴെന്തായെന്ന് പറയുന്നത്, അവർക്ക് വേറൊരു ലോകത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കും. അവസാനം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ ഇവർ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടെത്തുക. അതുപോലെ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കാൻ ശ്രമിക്കരുത്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡായിട്ട് എപ്പോഴും ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കിട്ടും. അത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തി അതിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ആസ്വാദ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം. അതുപോലെ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ പുറകോട്ട് വലിക്കരുത്. എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാനിനി എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. എന്നെക്കൊണ്ട് പറ്റും, ഞാനിത് ചെയ്യും, എനിക്കെന്താ ചെയ്താൽ ഞാൻ മിടുക്കിയാണ്, ഞാൻ നല്ലതാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. അതുപോലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാനും ചെയ്യരുത്. അവർ പറയുന്നത് കേട്ടിട്ട് അഥവാ ഇനിയിപ്പോൾ നമ്മൾ കൂട്ടുകൂടിയില്ലെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ പറയുകയാണെങ്കിൽ കുറച്ച് കേട്ട് ശരി എന്നാന്നൊക്കെ പറഞ്ഞ് പോയിട്ടേക്കണം. അല്ലാതെ അവരുടെ കൂടെ ഇരുന്ന് പിന്നെ അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്മളും കൂടെ പറഞ്ഞ് നമ്മുടെ മനസ്സമാധാനവും കളഞ്ഞ് അത് ചെയ്യില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് വേണം നമ്മൾ കൂട്ടുകൂടാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും ഒക്കെ. നമ്മുടെ അടുത്തിരുന്നാലും ആരെങ്കിലും വർത്തമാനം പറയുമ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വന്നിരിക്കുന്നവരുടെ അവസ്ഥയൊന്നും ഓർത്ത് വെക്കുക എന്ന് പറയുന്ന കണക്കാണ്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക. അല്പസമയം നമ്മുടെ ഈ ലോകത്ത് ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് മറവിയോ അല്ലെങ്കിൽ കാൽമുട്ട് വേദനയോ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും വലിയ കാര്യമൊന്നുമല്ല. അതൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും. നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണെന്ന് മനസ്സിലാക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.